പക്ഷേ CPIയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് തീരുകയാണ്. എനിക്ക് ഇന്ന് തീരുമ്പം പുതിയ സാരഥികൾ വരും. CPIയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമുണ്ടാകും ഒരു പാർട്ടി, പിന്നെ അഖില ലോക കമ്മ്യൂണിസത്തിൻ്റെ വക്താവ് എന്നുള്ള രീതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരാന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്തുവാണ് ഈ ഒരു സമ്മേളനത്തിന് ശേഷം CPIക്ക് ഒരു പുതിയ മുഖമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിനയ് വിശ്വൻ തന്നെ വീണ്ടും സംസ്ഥാന സെക്രട്ടറി ആവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാറ് ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആ മാമൂലുകൾ ആ പാർട്ടി അതേപോലെ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുപോകുന്ന, മനസ്സിലിപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ വെച്ച് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ പുതിയ ഒരു CPI ഈ വലിയ വലിയ ആദർശമൊക്കെ പറയുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും ആദർശം ഇനി ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുതിയൊരു ജനറേഷൻ വരുമ്പം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാമോ ഈ സമ്മേളനത്തിന്, അല്ലെങ്കിൽ ഇന്നത്തേന് ശേഷം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് മാത്രമല്ല സാർ, എനിക്ക് തോന്നുന്നത് CPIയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഗതികേട് കൊണ്ടാണെങ്കിലും കുറെ കൂടി സത്യസന്ധമായ പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വം ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവന, ഈ സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് തൊഴിലാളി വർഗ സർവാധിപത്യം ഇനി പ്രസക്തമേ അല്ല എന്നാ. എന്ന് പറഞ്ഞാൽ എന്ത് ലക്ഷ്യം വെച്ചാണോ ഒരു ജനതയെ, ലോകം മുഴുവനുള്ള അധ്വാനിക്കുന്ന ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് മൊബിലൈസ് ചെയ്ത് ആവേശം കൊള്ളിച്ച് മുന്നോട്ട് നയിച്ചത്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് ഇവിടെ മുദ്രാവാക്യം വിളിച്ചതുപോലെ, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ലോകമെങ്ങും മുദ്രാവാക്യം മുഴങ്ങിയതുപോലെ ആ തൊഴിലാളികളുടെ ഒരു രാജ്യം വരും. സ്വാമി വിവേകാനന്ദൻ്റെ പ്രസ്താവനയെ ശൂദ്രന്മാരുടെ രാജ്യം വരും എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് വ്യാഖ്യാനിച്ചവരാണ് CPIക്കാർ. അങ്ങനെ ഒരു രാജ്യമേ ഇനി വരാനില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് കൂടെ സാർ പറഞ്ഞു അങ്ങനെ രാജ്യമേ വരാനില്ലെന്ന് പുള്ളി പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, അപ്പം ഇതുവരെ പറഞ്ഞതെല്ലാം തെറ്റാണെന്നായിരുന്നു പുള്ളിയുടെ എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മൾ ഇത്രയും കാലം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പ്രസക്തിയേ ഇല്ല. ഇപ്പൊ പ്രസക്തി ഇല്ല എന്ന് മാത്രമല്ലല്ലോ, ഇപ്പൊ പ്രസക്തി ഇല്ലെങ്കിൽ ഒരു കാലത്തും പ്രസക്തി ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 1917 തൊട്ട് ഇത്രയും കാലം ആളുകളെ, ഇപ്പോൾ 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നപ്പോൾ ഉണ്ടായ മുദ്രാവാക്യമാണ് ഈ അധ്വാനിക്കുന്ന ജനവർഗത്തിൻ്റെ, നിസ്വരായ വർഗത്തിൻ്റെ വിമോചന സ്വപ്നമാണല്ലോ ഇത്. ആ സ്വപ്നം തന്നെ ഇനി പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം ന്യായമായും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്യം, അദ്ദേഹം പതാക ഉയർത്തുമ്പോൾ പറഞ്ഞ വാക്യമാണിത്. അങ്ങനെയാണെങ്കിൽ സമ്മേളനം സമാപിക്കുമ്പോൾ മക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഒന്ന് ഇനി സാധ്യമല്ല, ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത്? അതായിരിക്കുമല്ലോ. അതെ, ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ടെ, ഇപ്പോൾ ചോദിക്കുമ്പം ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇനി ആ സർവാധിപത്യം, അതായത് തൊഴിലാളി വർഗ സർവാധിപത്യം സാധ്യമാകുന്ന ഒരു അവസ്ഥ ഈ പറയുന്ന പോലെ ഒരു അദ്ദേഹം നിൽക്കുന്ന കേരളത്തിലില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യമായ ഇന്ത്യയിലില്ല, ലോകത്തെങ്ങും ഇല്ലെന്ന് പുള്ളി കണ്ടുപിടിച്ചപ്പം അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് ശരിയാണെന്ന് വരത്തില്ല. ഏറ്റവും അവസാനം വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അപ്പോൾസ്റ്റർ എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന BJP. അപ്പോൾ ഒരുപക്ഷെ നാളെ കാലത്തെ ഈ പാർട്ടി ഇങ്ങനെ നിന്നുകൊണ്ട് BJPയുടെ ലൈനിലേക്ക് പോവുകയാണോ? നേരത്തെ അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, BJP വളരുന്നു, കേരളത്തിലും വളരുന്നു, ഇന്ത്യ വളരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കും അറിയാം, അഹമ്മദ് ഭാഷനും അറിയാം, ലോകത്തിലെ രണ്ടാമത്തെ പാർട്ടിയാണെന്നും അറിയാം. അപ്പോൾ ഇന്ത്യ വളരുന്നതിനകത്ത് ഇപ്പോൾ പുള്ളി പറഞ്ഞില്ലെങ്കിലും വളരുന്നുണ്ട്. കേരളത്തിൽ വളരുന്ന കാര്യം ഇതുവരെ ഇവർ സമ്മതിച്ചിട്ടില്ല. CPM സമ്മതിക്കാൻ പറ്റുന്നില്ല, CPIക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. അത് നിലനിൽപ്പിന്റെ വിഷയമാണ് ഇപ്പോൾ. പക്ഷേ പുള്ളി ഈ സമ്മേളനത്തോടനുബന്ധിച്ച് സമ്മതിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം നമ്മളീ പറയുന്ന നാളെ ലീഗ് BJPയുടെ ഘടകകക്ഷി ആവും എന്ന് വിചാരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ PDP ഒരു കാലത്ത് കാശ്മീർ BJPയുടെ ഘടകകക്ഷി ആയതാ, ആണ് ഏറ്റവും വലിയ രാജ്യവിരുദ്ധ ശക്തിയാണ് അവർ പറഞ്ഞിരുന്നിടത്ത്. മനസ്സിലായി അവർക്ക്. അപ്പോൾ ഇദ്ദേഹവും അതിൻ്റെ ഒരു ലൈനിലേക്കാണോന്ന് ഞാൻ ചോദിച്ചു. സംശയിക്കാനൊന്നും വകയില്ല. കാരണം ഇവരിപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ CPM-ഉം CPIയും തമ്മിൽ തർക്കിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ എന്താണ് സാർ? 64-ലാണല്ലോ ഇപ്പോൾ CPI എന്ന വേറിട്ടൊരു പാർട്ടി. സത്യത്തിൽ ഇവർ നേരത്തെ ഉണ്ടായതാണ്. ആദ്യം ഉണ്ടായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ CPI. അതിൽ നിന്നാണല്ലോ പിന്നെ 64 CPM പിളർന്നു പോകുന്നത്. ഇവർ തമ്മിൽ പിളരാനുണ്ടായ അടിസ്ഥാന കാര്യങ്ങൾ എന്തായിരുന്നു? ആ കാരണങ്ങളൊക്കെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അപ്രസക്തമായി. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെ മാതൃകയാക്കണം, റഷ്യയിലേക്ക് നോക്കണമോ ചൈനയിലേക്ക് നോക്കണമോ? ഇപ്പൊ നോക്കാൻ രണ്ടുമില്ല. സോവിയറ്റ് യൂണിയൻ എന്നൊന്ന് രാജ്യം തന്നെ ഇല്ലാതായി. ചൈനയാണെങ്കിൽ സമ്പൂർണ്ണ മുതലാളിത്ത പാതയിലേക്ക് പോയി. ചൈന ഇന്ന് ആരെങ്കിലും സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ചൈന ആ അടിസ്ഥാന പ്രശ്നം ഇല്ലാതായി ആഗോളതലത്തിൽ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ ബൂർഷ്വാസിയായ കോൺഗ്രസിനോട് എന്ത് നയം സ്വീകരിക്കണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ? അപ്പോൾ അതിന് അവർ ഒരു കൂട്ടർ പറഞ്ഞു കടുത്ത ബൂർഷ്വാ പാർട്ടിയാണ് കോൺഗ്രസ്, അടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു അല്ല,
ബൂർഷ്വാ പാർട്ടിയാണെങ്കിലും അത് ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് ജനാധിപത്യ പാർട്ടിയെ പിന്തുണക്കണം. പിന്തുണക്കുക വെച്ചാൽ സഹായിക്കണം. അങ്ങനെ സമീപനം സ്വീകരിച്ച പാർട്ടിയാണ് CPI പണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ചോദിച്ചത്. അതെ, അങ്ങനെയാണെങ്കിൽ സാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വപ്നം പോലും ഇല്ലാതാവുക. സ്വപ്നം പോലും ഇല്ലാതാവുമ്പോൾ എന്നുള്ള പ്രശ്നം എന്നറിയോ സാർ? പാർട്ടി വലുതാവുന്നോ ചെറുതാവുന്നോ എന്നല്ല, ഉള്ള മനുഷ്യർക്ക്, ഇതിനകത്ത് വന്നു ചേർന്ന മനുഷ്യർക്ക് എത്ര തന്നെ പ്രസ്ഥാനം എത്ര തന്നെ ക്ഷീണിച്ചു പോയാലും മുമ്പോട്ട് പോകാൻ ഒരു സ്വപ്നം ഉണ്ടാവണം. ഇപ്പൊ ഇതില്ല, അതില്ല. അല്ല, വേറെ കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് ഈ ഒരു രീതിയിൽ ആളിനെ വിളിച്ചുകൂട്ടി, അത് ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളിനെ BJP വിളിച്ചുകൂട്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടി. അപ്പം ആ ശരിയല്ലെന്ന് പറഞ്ഞ് വിളിച്ചുകൂട്ടിയ ആ കൂട്ടമാണ് ശരിയെന്ന് ഇദ്ദേഹം സമ്മതിക്കുമല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിലേക്ക് പോവാം. അല്ലെങ്കിൽ അതാണ് ശരി. ഞാൻ ചോദിച്ചത് അതുകൊണ്ട് BJP ലൈനിലേക്ക് പോവുകയാണോ? രണ്ട് കാര്യമുണ്ട്. അതിന് സാറിന്റെ സാധ്യത ആ ചോദ്യത്തിന് CPIയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ വേറെ അർത്ഥമുണ്ട്. ഇന്ന് BJP പറയുന്ന നയപരിപാടികളെ ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ, ഭാരതീയ തത്വചിന്തയിൽ അധിഷ്ഠിതമായ, ഭാരതത്തിന്റെ വിമോചന സ്വപ്നങ്ങളിൽ കെട്ടിപ്പടുത്ത ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാകണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വാശി പിടിച്ചവരാണ് CPIക്കാർ. അതല്ല, നമുക്ക് എന്നും മാർസിൻ്റെ വെളിച്ചം, ഏംഗൽസിൻ്റെ, മാവോയുടെ, ലെനിൻ്റെ ഒക്കെ വെളിച്ചമാണ് നമ്മളെ നയിക്കേണ്ടത് എന്ന് വാദിച്ചവരാണ് CPMകാർ. അവരാണ് ഈ 32 പേര് ഇറങ്ങിപ്പോയത്. 30 പേര് ഇറങ്ങിപ്പോയി, 2 പേര് നിഷ്പക്ഷത പാലിച്ചു. ഡാങ്കെ പുറത്താക്കിയപ്പോൾ 2 ആളെയും കൂടി ചേർത്ത്. അവർ പറഞ്ഞു ഈ അകത്തിരുന്നിട്ട് നിഷ്പക്ഷത പാലിക്കുന്നവനെ കൂടുതൽ സൂക്ഷിക്കണം. അത് ചില്ലറക്കാരല്ല, അപകടകാരികളാണ്. ഒന്ന് ജ്യോതി ബാസുവാണ്, ഒന്ന് EMS ആണ്. 2 പേരെ ഇതിനകത്ത് നിഷ്പക്ഷരായി നിർത്തിയ വലിയ അപകടമാവും. അതുകൊണ്ട് അവരെയും കൂടി ചേർത്ത് പുറത്താക്കി. ആ 32 പേരാണ് ഈ പാർട്ടി ഉണ്ടാകുന്നത്. ഇറങ്ങിപ്പോകുന്നത് VS ഉൾപ്പെടെയുള്ള 30 പേരാണ്. അതിലൊരാൾ പിന്നീട് കൂറുമാറി തിരിച്ചു പോയിരുന്നു, ഒരു ഗുപ്ത പറയുന്നത്. അപ്പോൾ ഈ 32 പേര് ഇറങ്ങിപ്പോയിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു അറിയോ? ഇന്ത്യൻ മണ്ണിൽ ഒരു തർക്കം അറിയാവോ? CPMും CPIയും തമ്മിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അടിസ്ഥാന തർക്കം, എന്നാണ് ഇന്ത്യൻ പാർട്ടി ഉണ്ടായത് എന്നാണ്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, വലുതും മാത്രമല്ല സാർ, എന്നുണ്ടായി, എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മദിനം. അത് CPMകാർ പറയുന്നത് 1917 1920 സോവിയറ്റ് യൂണിയനിലെ വിപ്ലവത്തിന് ശേഷം റഷ്യൻ മണ്ണിലെ താഷ്കൻഡിൽ ഒരു പറ്റം ഇന്ത്യക്കാർ ഇവിടുന്ന് ഹിജ്റ പോയിട്ട് അവിടെ ചേർന്ന് അവിടുന്ന് അന്ന് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന MN റോയി അവിടെ വന്നു. അദ്ദേഹവും ഭാര്യയും കൂടി, ഇവലീന, അവർ രണ്ടും കൂടി വന്നു. അവർ ഇന്ത്യയിൽ നിന്ന് ചെന്ന് ചേർന്ന ഇന്ത്യക്കാരെന്തിനാണ് ചേർന്നത്? ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതാൻ എന്താണ് വഴി? അപ്പോൾ അവരെയൊക്കെ കൂടി ചേർത്തിട്ട് അവിടെ വെച്ചുണ്ടാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിശ്വസിക്കുന്നവരാണ് CPM. CPIക്കാർ ഇന്നും അത് അംഗീകരിച്ചിട്ടില്ല. CPIക്കാർ പറഞ്ഞു, എവിടെയെങ്കിലും വെച്ച് ഇന്ത്യക്ക് വേണ്ടി പാർട്ടി ഉണ്ടാക്കിയാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇന്ത്യൻ മണ്ണിൽ എന്നാണോ ആദ്യത്തെ യോഗം ചേർന്നത് അതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി. അങ്ങനെയാണ് 1925 ഡിസംബർ 26 ഇന്നത്തെ കാൺപൂരിൽ ഒരു യോഗം ചേർന്നു. ആ യോഗമാണ് സ്ഥാപക ദിനം എന്ന് വിശ്വസിക്കുന്നു. ഈ യോഗങ്ങൾ തമ്മിൽ ഒരു തർക്കം അതാണ്. രണ്ടാമത്തെ തർക്കം എന്താണെന്നറിയോ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ വിപ്ലവം നടത്തണമെന്നായിരുന്നല്ലോ സ്വപ്നം. ഈ പറഞ്ഞ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കണമെന്നാണല്ലോ ലക്ഷ്യം. സായുധ കലാപം നടത്തണമെന്നാണല്ലോ കൽക്കത്ത തീസീസ്. ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ആയുധം കൊണ്ട് പൊരുതിയിട്ട് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കണം എന്നാണല്ലോ. അതിൽ നിന്നൊക്കെ പതുക്കെ പുറകോട്ട് വന്നാണ് ഇപ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് പോലും പുറകോട്ട് പോകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സാറ് പറഞ്ഞൊരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്ത് ഇന്ത്യൻ വിപ്ലവത്തെ നയിക്കേണ്ട ഐക്കൺസ് ആരാണ്? അപ്പോൾ CPM ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്സും ഏംഗൽസും ലെനിനും ഒക്കെ തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഐക്കൺസ് വേണ്ട. പക്ഷേ ഡാങ്കെ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ത്യൻ വിപ്ലവത്തിന് ഇന്ത്യൻ മണ്ണിലെ വിമോചകരായ നായകന്മാരെ വേണം. അങ്ങനെ ആണെങ്കിൽ ഇന്ത്യൻ വിപ്ലവം നയിക്കേണ്ടത് സ്വാമി വിവേകാനന്ദനെ പോലുള്ളവരാണ്. ഒരു പട്ടിണി കിടക്കുന്ന രാജ്യം സ്വതന്ത്ര രാജ്യമല്ല എന്ന് പറയുന്നത്. ഇവിടുത്തെ ശൂദ്രന്മാരുടെ ഭരണം വരും. ശൂദ്രൻ സമം തൊഴിലാളി വർഗമാണ്. അതുകൊണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ശൂദ്രന്മാരുടെ വിമോചന പോരാട്ടം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ ഡാങ്കയെ CPMകാർ വിളിച്ചത് എന്താണെന്നറിയോ? വേദാന്തി കമ്മ്യൂണിസ്റ്റ് എന്നാണ്. CPMകാർ CPIക്കാരെ വിളിച്ചു. അപ്പൊ അന്നേ ഇതിനകത്ത് സാറ് ശ്രദ്ധിച്ചോ, ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. പുതിയ കാലത്തെ ഇഷ്യൂ എന്താ? പുതിയ കാലത്ത് ഹിന്ദുത്വം നാട് ഭരിക്കുന്നു. ഹിന്ദുത്വം നാട് ഭരിക്കുമ്പോൾ ഫലത്തിൽ, വിശദാംശങ്ങളിൽ,
ഇപ്പോൾ ഹിന്ദുത്വം ഒരുപാട്, കാരണം ഇപ്പോൾ ആളുകൾക്ക് ഇത് വംശീയമായ ഒരു വികാരമാണ് ഹിന്ദുത്വം എന്നൊക്കെ തർക്കിക്കുന്നവരും വാദിക്കുന്നവരും അതിനുവേണ്ടി തെരുവിൽ തല്ലുകൂടുന്നവരും ഒക്കെ ഒരു ചെറിയ ന്യൂനപക്ഷം BJP-യിലും ഹിന്ദുത്വ സംഘപരിവാറിലും ഉണ്ടെന്ന് വെച്ചു. എന്നാൽ എലൈറ്റ് ആയിട്ടുള്ള ആളുകൾ വാദിക്കുന്നത് ഇത് മതമേ അല്ല, സംസ്കാരമാണ്. അതെ അതെ, അതാണ് ശരി. ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു വിപ്ലവം ഇന്ത്യയിൽ നടക്കണം എന്ന് വാദിക്കുമ്പോൾ CPI നേരത്തെ വാദിച്ചിരുന്നു, CPI വാദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. ഇവര് തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു എന്നല്ലേ അർത്ഥം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെലിഞ്ഞ് ഇല്ലാതാവുകയാണ്. 20 ഗ്രൂപ്പുകൾ, 20-21 ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്. അതിലിപ്പോ എല്ലാ സംസ്ഥാനത്തും മെലിഞ്ഞ് ഇല്ലാതായി. ചില സംസ്ഥാനങ്ങളിൽ CPI കുറച്ച് കൂടുതലുണ്ട്, അതും ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ചില സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളിൽ CPM കൂടുതലുണ്ട്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ CPI ML ആണ് കൂടുതലുള്ളത്. ആരൊക്കെ ഉണ്ടായിരുന്നാലും ഇത് ശോഷിച്ചു വരുന്നു. ലക്ഷ്യം തന്നെ നമുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടി ഇനി അവരുടെ കൂടെ പാർട്ടി മെമ്പർഷിപ്പ് കുറഞ്ഞു. വേറെ വലിയ കാര്യമുണ്ട് സാർ, ഈ പറഞ്ഞത് ഇപ്പൊ ഇന്ന് സമ്മേളനം തീരുക. സമ്മേളനം ഈ പറഞ്ഞ ഒച്ചയടിഞ്ഞ് അക്ഷരമാവുന്ന പോലുള്ള ഒരു സമ്മേളനം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ആ സമ്മേളനത്തിനകത്ത് ഇതുവരെ നടന്ന സാറി പറയും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടിയാണ്, ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ അകത്ത അഭിപ്രായത്തിന് അനുസരിച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാണ്. ഈ പാർട്ടി അത് തീരുമാനിച്ച കാര്യം സാറിന് അറിയാമല്ലോ. CPI സമ്മേളനം ഇന്ന ലൈനിൽ വേണം, സമ്മേളനത്തിനകത്ത് മത്സരം പാടില്ല. ഏറ്റവും അവസാനം ഈ സംസ്ഥാന സമ്മേളനത്തിനകത്ത് പോലും ഓരോ ഏരിയ സമ്മേളനം അല്ലെങ്കിൽ അതിന് കീഴിലുള്ള ലോക്കൽ സമ്മേളനം ഒക്കെ നടന്നത് ഈ പറയുന്നത് പോലെ ഒരു ജനാധിപത്യ മര്യാദയും പാലിക്കാതെ, പാർട്ടി ഭരണഘടനയ്ക്കകത്ത് പറയുന്ന ഒന്നും പാലിക്കാതെ, അതായത് ഈ ജില്ലാ സമ്മേളനവും ഏരിയ സമ്മേളനവും ഇപ്പൊ സംസ്ഥാന സമ്മേളനവും അങ്ങനെയാണ് നടക്കുന്നത്. സാർ പറഞ്ഞിട്ട് അതിന് മറുപടി പറയണം. അപ്പം ഇതേ രീതിയിലാണ് ഇപ്പം ഏറ്റവും അവസാനം അദ്ദേഹം കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ പറച്ചിൽ, തുടക്കത്തിലെ പറച്ചിൽ, ഇപ്പോഴത്തെ പറച്ചിൽ, ഇതിനകത്ത് രക്ഷയില്ല, നമ്മുടെ മുദ്രാവാക്യം രക്ഷയില്ല, നമ്മളിൽ ലക്ഷ്യത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചത് ഒന്നുമല്ല ലക്ഷ്യം, ഇപ്പം നിൽക്കുന്ന BJP-യുടെ ലക്ഷ്യമാണ് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന എല്ലാം തച്ചുടച്ച് വരുന്ന ഒരു സെക്രട്ടറിയാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് ബിനോയ് വിശ്വം തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് അതിനകത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ ബിനോയ് വിശ്വം സെക്രട്ടറി ആവത്തില്ല. പിന്നെ ഈ പറയുന്നത് പോലെ സാറ് പറഞ്ഞതിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനകത്തൊരു മുതലാളിത്തമല്ല, അല്ലെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി അങ്ങനത്തെ ഒരു രാജ്യം ഉണ്ടാണ്, അതും ശരിയല്ല. അതിനപ്പുറം BJP ആണ്. ചില BJP-യിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു ലൈനിലാണ് ഇന്ന് ഈ സംസ്ഥാന സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ അല്ലെങ്കിൽ മനസ്സിലാക്കുക. സാറിപ്പോ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പണ്ടേ ഈ ലൈൻ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. എനിക്ക് അറിയത്തില്ല എന്നുള്ള പണ്ടേ സ്വാമി വിവേകാനന്ദന്റെ പാർട്ടിയാ CPI. തീർച്ചയായും. അപ്പൊ ഇതിന്റെ അവസാനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം, ബിനോയ് വിശ്വത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഈ ലക്ഷ്യം തകർത്തതും മാർഗം തകർത്തതും പാർട്ടി ഇല്ലാതാക്കിയതും, പാർട്ടി അദ്ദേഹത്തിന്റെ കാലത്തോടു കൂടി ഏതാണ്ട് ലിക്വിഡേറ്റ് ആവുന്നു എന്നതൊന്നുമല്ല. അതിനേക്കാളും വലിയ സങ്കടം ഇപ്പൊ കൂടെ നിൽക്കുന്ന ഉള്ള പാർട്ടി ഉണ്ടല്ലോ, ഈ ശോഷിച്ച് മെലിഞ്ഞു പോയ പാർട്ടി, ആ പാർട്ടിക്കാരെ പോലും ഇദ്ദേഹത്തിന് വിശ്വാസമില്ല. ഇദ്ദേഹം ഉദ്ഘാടന സമ്മേളനത്തെ പ്രസംഗിക്കുന്നത് കേട്ടു. ചാരന്മാരാണ് ഇരിക്കുന്നത്. ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ബൂർഷ്വാ പത്രങ്ങൾക്ക് കിട്ടുന്നത്? ആരാണ് കൊണ്ടുകൊടുക്കുന്നത്? അക്ഷരം പ്രതി സത്യമായിട്ടാണല്ലോ വരുന്നത്. ഇവിടെ ഇരുന്ന ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളൂല എന്നാണ് ഇയാൾ ഉറപ്പല്ലേ. അങ്ങനെ സ്വന്തം പാർട്ടിക്കാരെ വിശ്വാസമില്ലാത്ത, സ്വന്തം ലക്ഷ്യത്തിൽ വിശ്വാസമില്ലാത്ത, സ്വന്തം മാർഗത്തെ എന്നോ പറഞ്ഞ, യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ആശയാദർശങ്ങൾ എന്ന് ജനത്തിന് തോന്നുന്ന മട്ടിൽ ഒരു വലിയ സർക്കാർ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങോട്ടാണ് CPI പോകുന്നത് എന്ന ചോദ്യത്തിന് ഒരു സമ്പൂർണ്ണ ഉത്തരം ഈ സമ്മേളനത്തിൽ വരേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമ്മേളനവും അടുത്ത പാർട്ടി കോൺഗ്രസും ചേരുമ്പോൾ സത്യസന്ധമായി CPI വിളിച്ചു പറയുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇനി ഇന്ത്യയിൽ ആവശ്യമില്ല എന്ന പ്രമേയം പാസ്സാക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.